കല്യാണ കച്ചേരി. ഒരാൾ പോയിരുന്നു. ആ വാക്കുകളിൽ നിർമ്മല തറഞ്ഞുപോയി. അവർ ഒരാശ്വാസത്തിനെന്നതുപോലെ അഭിലാഷിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. പിന്നെ പതിയെ സാവധാനം ഒരു പൂവിതൾ അടർന്നു വീഴുന്ന ലാഘവത്തോടെ അയാളുടെ സൈഡിലേക്ക് ചെരിഞ്ഞുപോയി. അവരുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു ആ നിമിഷം. അടഞ്ഞ കൺപോളകൾക്കുള്ളിൽ നിന്നും ഒരു തുള്ളി അനുസരണയില്ലാതെ പുറത്തു ചാടി. സമയം ഏറെ കടന്നുപോയി. ജീവനില്ലാത്ത അനുപമയുടെ ശരീരത്തിനരികിൽ അഭിലാഷും നിർമ്മലയും ഇരിക്കുകയാണ്. കണ്ണീർ വറ്റിയതുപോലെയുള്ള നിർമ്മലയുടെ ഇരിപ്പ് എല്ലാവരിലും സങ്കടം നിറച്ചു. അതേസമയം ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജലി. കിരൺ കിടന്ന് ഒന്ന് ഉറങ്ങിയെഴുന്നേറ്റ് താഴേക്ക് ചെല്ലുമ്പോഴാണ് കൃത്യമായി ആ വാർത്ത ടി വിയിൽ വന്നത്. സഹോദരികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഒരാൾക്ക് ദാരുണാന്ത്യം. ഒരു വേള കിരണിന്റെ കണ്ണുകൾ അവിടേക്ക് നീണ്ടു. ടി വിയിൽ അനുപമയുടെയും അഞ്ജലിയുടെയും മുഖങ്ങൾ. അത് മാറി മാറി വന്നതോടെ അവന് വെപ്രാളമേറി. കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ അവൻ നിന്നുപോയി. അപ്പോഴാണ് കോളേജിൽ നിന്ന് ആരോ പറഞ്ഞറിയിച്ച് കാർത്തി ടി വി ഓൺ ചെയ്യാനായി ഹോളിലേക്ക് വന്നത്. ഇഷ്ടമായിരുന്നില്ല അനുപമയെ. അവളുടെ പ്രവൃത്തികളോട് തീർത്താൽ തീരാത്ത വെറുപ്പും എതിർപ്പുമായിരുന്നു. എങ്കിലും ഇങ്ങനൊരു മരണം അതവനും പ്രതീക്ഷിച്ചില്ല. ടി വിയിൽ വാർത്ത കണ്ട് സുഭദ്രയും ബാലേന്ദ്രനും ഭൂമിയും എല്ലാവരും ഞെട്ടലോടെയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അല്പം മുൻപ് ഇവിടെ വന്നയാൾ ഇപ്പോഴിതാ ജീവന് വേണ്ടി മല്ലിട്ടിരിക്കുന്നു. കോളേജിൽ നിന്ന് അധ്യാപകരെല്ലാവരും പോകുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പം കാർത്തിയും പോയി. അവന് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നിയില്ല. ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ അതനുഭവിച്ച ശേഷം മാത്രമേ ഒരു മടക്കം ഉണ്ടാകൂ. അവനത് മനസ്സിലോർത്തു. അവളെ ഒരു നോക്ക് നോക്കി അവൻ തിരിഞ്ഞു നടന്നു. വീട്ടിൽ വന്നിട്ടും കാർത്തി കുറേയേറെ സമയം മിണ്ടാതെ മൗനമായിരുന്നു. അവന്റെ ഉള്ളിലിപ്പോൾ എന്താകുമെന്ന് അറിയാവുന്നകൊണ്ട് ഭൂമി കൂടുതലൊന്നും ചോദിച്ച് അവനെ വിഷമിപ്പിച്ചില്ല. അതേസമയം ഐസിയുവിന് മുമ്പിൽ അഞ്ജലിയുടെ ഡോക്ടറുടെ വാക്കുകൾ കാതോർക്കുകയാണ് കിരൺ. ശിഷ്ടകാലം ഇനി അഞ്ജലി ബെഡിൽ തന്നെ കഴിച്ചുകൂട്ടണമെന്നറിയേ കിരണിൽ ഒരു ഏങ്ങലുണ്ടായി. അവളെ റൂമിലേക്ക് മാറ്റാൻ ഇനി ദിവസങ്ങളെടുക്കും. അനുപമയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഒടുവിൽ ആ വലിയ വീട്ടിൽ നിർമ്മലയും അഭിലാഷും മാത്രമായി ഒതുങ്ങി. തൻ്റെ ചേച്ചി ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയതറിയാതെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലായിരുന്നു അഞ്ജലി. മകളുടെ വിയോഗത്തിൽ നിർമ്മലയേക്കാൾ ഏറെ തളർന്നു പോയത് അഭിലാഷാണ്. അയാൾ ഉള്ള കാലം മുഴുവൻ ജീവിച്ചത് ആ രണ്ടു മക്കൾക്ക് വേണ്ടിയാണ്. ദുബായ് കമ്പനിയെ തട്ടിപ്പ് നടത്തിയതുപോലും മക്കൾക്ക് നാട്ടിൽ സുഖിച്ച് ജീവിക്കാനുള്ള പണം കണ്ടെത്താനാണ്. എന്നും മക്കളുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകി അയാൾ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്തപ്പോൾ കരുതിയില്ല, ചെയ്തതെല്ലാം ഇരട്ടിയായി വീണ്ടും തൻ്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന്. ഇപ്പോൾ അഭിലാഷിന് കുറ്റബോധമുണ്ട്. വളരെ വൈകിയെത്തിയ കുറ്റബോധം. ദിവസങ്ങൾ ഒന്നൊന്നായി തെന്നി മാറിക്കൊണ്ടിരുന്നു. ഇന്ന് ഭൂമിയുടെ കോളേജിലെ അവസാന ദിവസമാണ്. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ പരസ്പരം ചായങ്ങൾ വാരിയെറിഞ്ഞ് സന്തോഷം പങ്കിടുന്നു. മറ്റു ചിലർ സെൽഫി എടുത്ത് അത് ഓർമ്മകളിൽ സൂക്ഷിക്കാനുള്ള തിരക്കിലും. ചിലരാകട്ടെ ഒഴുകാൻ തുടങ്ങുന്ന കണ്ണുനീർ തുടയ്ക്കുന്നു. ഇത്രയും നാൾ പഠിച്ച കോളേജാണ്. ഭൂമി സുമിക്കൊപ്പം വെറുതെ ചുറ്റിക്കറങ്ങി നടന്നു. അവർ സ്ഥിരം പോകാനുള്ള കോളേജ് ലൈബ്രറിയിലേക്ക് നടന്നപ്പോൾ എന്തിനോ ഭൂമിക്ക് നെഞ്ചു വിങ്ങി. വർഷങ്ങൾക്കിടയിൽ എത്ര തവണ ഈ പടികൾ ഓടിക്കയറിയിരിക്കുന്നു. എന്തുമാത്രം ബുക്കുകൾ എടുത്ത് ലൈബ്രറിയിലിരുന്ന് അവിടുത്തെ ജനാലവാതിലൂടെ കാണുന്ന ഭംഗിയേറിയ കാഴ്ചകൾ ആസ്വദിച്ച് അതൊക്കെ വായിച്ചു തീർത്തിരിക്കുന്നു. അനുമിസുമായി വഴക്കുണ്ടായത് പോലും ഈ ലൈബ്രറിയുടെ മുൻപിൽ വെച്ചാണ്. ലൈബ്രറിയുടെ ഫ്രണ്ടിലെ പടിക്കെട്ടിൽ സുമയ്ക്കൊപ്പം ഭൂമി വെറുതെ ഇരിക്കുവാണ്. ഇരുവരുടെയും മനസ്സിലൂടെ ഓരോരോ ഓർമ്മകൾ കടന്നു പോകുന്നു. അതേസമയം തന്നെയാണ് കാർത്തിയുടെ ഫോൺ കോൾ ഭൂമിയെ തേടിയെത്തുന്നത്. എവിടാ ഭദ്ര? ഞാൻ ലൈബ്രറിയുടെ മുൻപിലുണ്ട്. ഓക്കെ. എക്സാം കഴിഞ്ഞ് തന്നെ എവിടെങ്ങും കാണാഞ്ഞോണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. ഇനിയൊരു അരമണിക്കൂർ കൂടി എടുക്കും എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകാൻ. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോയാൽ പോരെ? അത് മതി. അതും പറഞ്ഞുകൊണ്ട്
ഭൂമി സുമിക്കൊപ്പം ഇരുന്നു. നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചാലോ? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. വയറു തടവി ഭൂമി പറഞ്ഞതും സുമയ്യ ഒരു ചിരിയോടെ എഴുന്നേറ്റ് ഭൂമിക്കായി കൈനീട്ടി. സുമയുടെ കയ്യിൽ പിടിച്ച് ഭൂമി പതിയെ എണീറ്റു. ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നിനക്ക് കോളേജും പരിസരവും ഒക്കെ മിസ് ചെയ്യുമോ? ക്യാൻറ്റീനിലേക്ക് നടക്കും വഴി ഭൂമി സുമയോട് ചോദിച്ചു. പിന്നെ മിസ് ചെയ്യാതെ. 2 വർഷക്കാലം നമ്മൾ കളിച്ചെന്നത് ചിരിച്ചു നടന്നിടവല്ലേ. നീ എന്ത് തീരുമാനിച്ചു? ഉപ്പായ്ക്കൊപ്പം അബ്രോഡ് പോകാനാണോ നിന്റെ ഡിസിഷൻ? സുമിയുടെ പപ്പയ്ക്ക് സൗദിയിലും ദുബായിലുമൊക്കെ ബിസിനസ്സുണ്ട്. 2 വർഷത്തെ PG കഴിഞ്ഞിട്ട് അവൾക്കും അവിടെ പോയി ഉപ്പായെ സഹായിക്കണമെന്നും കോളേജ് ജോയിൻ ചെയ്ത നേരത്തെ തന്നെ സുമി ഭൂമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ ക്യാൻറ്റീനിലെത്തി. ക്യാൻറ്റീനിലെ മുരിഞ്ഞ കട്ട്ലറ്റ് ഭൂമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കാർത്തിയുടെ കോൾ വീണ്ടും അവളെ തേടി എത്തിയത്. എവിടെ ഭൂമി? ഞാനും സുമിയും ക്യാൻറ്റീനിലുണ്ട് കണ്ണേട്ടാ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞാൻ പാർക്കിങ്ങിലേക്ക് വരാം. കാർ പാർക്കിങ്ങിൽ പതിവ് പോലെ ഭൂമിയും കാത്ത് കാർത്തി ഉണ്ടായിരുന്നു. സുമിയോട് യാത്ര പറഞ്ഞു ഭൂമി കാർത്തിയുടെ കാറിലേക്ക് കയറി. അവരുടെ കാർ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ അവളുടെ ഓർമ്മകൾ സഞ്ചരിച്ചത് അത്രയും പിന്നിലേക്കാണ്. ആദ്യമായി ഈ കോളേജ് അങ്കണത്തിൽ വന്നപ്പോഴുള്ള ഭൂമിയും തിരിച്ചിറങ്ങുമ്പോഴുള്ള ഭൂമിയും അവൾ ഓർത്തു എത്രമാത്രം വ്യത്യസ്തമാണെന്ന്. ഇതിനിടയിൽ തന്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ഇതാ താൻ ഒരു അമ്മയാകാൻ പോകുന്നു. എന്താണ്? കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. ഞാൻ കോളേജിലേക്ക് ആദ്യമായി വന്ന ദിവസങ്ങൾ ഓർത്തുപോയി. അത് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലൊരു ചെറുനോവ് പടർന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് കാർത്തികിനോട് സംസാരിച്ചത്. പോകുന്ന വഴിക്ക് നമുക്കൊരു കോഫി കുടിച്ചാലോ? കാർത്തി ഭൂമിയോട് ചോദിച്ചു. അതൊന്നും വേണ്ട. ഞാനിന്ന് അമ്മയോടെ ചായക്ക് നല്ല പഴംപൊരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കോഫി കുടിക്കാം. കഴിഞ്ഞ അപ്പോയിൻമെന്റിൽ ഡോക്ടർ പറഞ്ഞു തന്റെ കോഫി കൂടി കുറച്ച് കുറയ്ക്കണമെന്ന്. അതെങ്ങനെ? ഈ കുഞ്ഞിച്ചക്കന് കോഫിയാണ് ഫേവറേറ്റ് എന്ന് തോന്നുന്നു. ഏത് ചക്കൻ? കാർത്തി ചുണ്ടിൽ ഒളിപ്പിച്ച ചിരി മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. ഭൂമി അവളുടെ വയറിൽ തട്ടി കാണിച്ചു. ആഹാ, അപ്പൊ ചെക്കനാണെന്ന് താൻ ആദ്യമേ അങ്ങ് ഉറപ്പിച്ചൂല്ലേ? അത് ചോദിക്കുമ്പോൾ കാർത്തിയുടെ മുഖത്ത് നിറഞ്ഞു നിന്നത് ആകാംക്ഷയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏട്ടനെ പോലെ ഒരു ചെറുക്കനാവൂന്ന്. എങ്കിൽ എനിക്ക് തന്നെ പോലെ ഒരു മോള് മതിയെങ്കിലോ? എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈശ്വരൻ തരുന്നത് 2 കൈയും നീട്ടി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഭൂമിയുടെ മറുപടിയിൽ കാർത്തിയുടെ ഉള്ളം കുളിർന്നു. അപ്പോഴേക്കും അവരുടെ കാറ് വീടിന്റെ ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. സുഭദ്രയെ ഉമ്മറത്ത് കാണാത്തോണ്ട് തന്നെ ഭൂമി ഊഹിച്ചു അവർ അടുക്കളയിലായിരിക്കുമെന്ന്. ബാഗ് സോഫയിലേക്ക് വെച്ച് അവൾ നേരെ പോയത് അടുക്കളയിലേക്കാണ്. അവൾ കരുതിയതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ് സുഭദ്ര. ആഹാ, വന്നോ? ഇന്ന് നിങ്ങൾ നേരത്തെയാണോ മോളെ? കുറച്ച് നേരത്തെയാണമ്മേ. വാ, ചായ കുടിക്കാം. കാർത്തി എവിടെ? സാറ് വരുന്നതേ ഉള്ളൂ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നന്നായി എഴുതിയില്ലേ? എഴുതിയമ്മേ. അച്ഛനെവിടെ? അച്ഛനെ കണ്ടില്ല. അച്ഛൻ ബിസിനസിന്റെ ആവശ്യവുമായി ആരോ കാണാൻ പോയി. അടുക്കളയിലിരിക്കുന്ന ചിപ്സിന്റെ ടിന്ന് കയ്യിലേക്കെടുത്ത് അതിൽ നിന്നും ഓരോ ചിപ്സ് എടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി. സുഭദ്ര ഒരു നിമിഷം ഭൂമിയെ നോക്കി. സാധാരണ ഗർഭിണികളുടേതായ യാതൊരുവിധ വയ്യായ്ക്കോ ബുദ്ധിമുട്ടോ ഒന്നും അവൾക്കില്ല. ഗർഭത്തിന്റെ തുടക്കത്തിൽ ചെറിയ ചില വയ്യായ്കൾ ഉണ്ടായി. അതൊഴിച്ചാൽ അല്ലാത്ത പക്ഷം അവൾ വളരെ ആക്റ്റീവാണ്. പിന്നെ അവളുടെ ശരീരത്തിന് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്പം മെലിഞ്ഞിട്ടായിരുന്ന ഭൂമി ഇപ്പോൾ അത്യാവശ്യം വണ്ണമൊക്കെ വെച്ച് ഒന്ന് തുടുത്തിട്ടുണ്ട്. പാർക്ക് ചെയ്ത കാറിൽ നിന്നും കുറേ ബുക്സൊക്കെ എടുക്കാനുണ്ടായിരുന്ന കാർത്തിക് ഒരു ഫോൺ വന്നപ്പോൾ അവനത് അറ്റൻഡ് ചെയ്ത് കുറച്ചു നേരം വണ്ടിയിലിരുന്നു. ശേഷം ബുക്സൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ലിവിംഗ് റൂമിലിരുന്ന് സുഭദ്രയ്ക്കൊപ്പം ചായയും പഴംപൊരിയും ആസ്വദിച്ച് കഴിക്കുന്ന ഭൂമിയാണ്. അവനെ കണ്ടതും അവളൊന്ന് തെളിഞ്ഞു ചിരിച്ചു. കാർത്തി കൂടി ചായ കുടിക്കാനായി വന്നിരുന്നു. അതോടെ സുഭദ്ര ഓരോ കാര്യങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് സുഭദ്ര പറഞ്ഞു തുടങ്ങിയത്. കാർത്തി, ഇന്നു മുതൽ നീ വീണ്ടും മോളുമായി കാവിൽ വിളക്ക് വെക്കണം കേട്ടോ. പണ്ട് ഞാൻ ഇവരെയൊക്കെ ഗർഭിണിയായ സമയത്ത്
ബാലേട്ടൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയായിരുന്നു, കാവിലെ പരദേവതമാരുടെ അനുഗ്രഹം കിട്ടണേ അങ്ങനെ നിത്യവും അവിടെ പോയി തിരിവെച്ച് തൊഴണമെന്ന്. പണ്ടുള്ളവരുടെ ഓരോ വിശ്വാസമല്ലേ. പിന്നെ ദൈവത്തിന്റെ കാര്യമായതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നമ്മളും അതൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നു. മോൾക്ക് 7-ാം മാസം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ മോള് ഫ്രീ ആയല്ലോ, ദിവസവും അവിടേക്ക് പോകാം. അതിനെന്തമ്മേ, കാവിൽ പോകാം. എനിക്കും അത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകാത്തത്. ഭൂമിയാണ്. ഇന്നു മുതൽ നമുക്ക് പോകാം. താൻ കഴിച്ചിട്ട് വേഗം പോയി കുളിക്കുക. എന്നിട്ട് റെഡിയായാൽ മതി. നമുക്ക് ഒരുമിച്ച് പോയി കാവിൽ തിരിതെളിയിച്ചിട്ട് വരാം. കാർത്തി കൂടി പറഞ്ഞതോടെ ഭൂമി വേഗം കഴിച്ചു തീർത്തു. എന്നിട്ട് കുളിക്കാനായി മുകളിലേക്ക് പോയി. സുഭദ്രയോട് പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചിരുന്ന ശേഷമാണ് കാർത്തി മുകളിലേക്ക് ചെല്ലുന്നത്. അവൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, തിരക്കിട്ട് ഒരു ബ്ലൗസിന്റെ തയ്യലഴിക്കുവാണ് ഭൂമി. നനഞ്ഞ മുടിയെല്ലാം ടവൽ വെച്ച് പിന്നോട്ട് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. വെള്ളത്തുള്ളികൾ പറ്റിയിരിക്കുന്ന കഴുത്തും തോളും. കാർത്തിയുടെ ശ്രദ്ധ പലതിലേക്ക് സഞ്ചരിച്ചു. ബന്ധപ്പെട്ടവൻ ശ്രദ്ധ തിരിച്ചു. എന്തുപറ്റി? അവളുടെ ഇരിപ്പും മുഖഭാവവും ഒക്കെ കണ്ട് ഉള്ളിലേക്ക് വന്ന ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കാർത്തി ചോദിച്ചു, അല്പം വണ്ണം വെച്ചെന്ന് തോന്നുന്നു. ബ്ലൗസ് ഒന്നും എനിക്ക് പാകാവുന്നില്ല. കൈയൊന്നും കയറ്റാൻ കൂടി പറ്റിയില്ല. എങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്. ഇപ്പൊ കാവി പോകുമ്പോൾ താവടി തന്നെ ഉടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല ഭദ്ര, പാവാടയൊക്കെ ഒഴിവാക്കുന്ന നല്ലത്. തട്ടിമറിഞ്ഞ് എവിടെയെങ്കിലും വീണാൽ എന്ത് ചെയ്യും? ഏയ്, അതൊന്നും സാരമില്ലട്ടാ. ഞാനിതൊക്കെ ഇടുന്നതല്ലേ. അതിനു മുൻപത്തെ പോലെയാണോ ഭദ്ര ഇപ്പോൾ? ഇപ്പോൾ ഭൂമി ഒരാളല്ലല്ലോ, രണ്ടുപേരല്ലേ. ഒരു കൈ വയറിലേക്കും മറ്റൊരു കൈ അവളുടെ മുഖത്തേക്കും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കാർത്തി ചോദിച്ചത്. ഭൂമിക്ക് നാണം വന്നുപോയി ആ നിമിഷം. കാർത്തി പതിയെ അവൾ ധരിച്ച ടോപ്പ് ഉയർത്തി മാറ്റി. അവന്റെ ചൂടുള്ള അതരങ്ങൾ വയറിലേക്ക് അമർന്നതും വിറച്ചുപോയി ഭൂമി. അവൻ മെല്ലെ അവിടേക്ക് മുഖം പൂഴ്ത്തി. അല്പനേരം ഇരുവരും അതേ നിൽപ്പ് നിന്നു. പിന്നീട് കാർത്തിയാണ് അവളിൽ നിന്ന് അടർന്നു മാറിയത്. ഭൂമിയുടെ മുഖം ഒരു മരപ്പൂവിന്റെ ചുവപ്പിനെ തോൽപ്പിക്കും വിധം ചുവന്നു പോയിരുന്നു. കാർത്തി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ ഭൂമി താവണിയെടുത്ത് മുടി കൊളുപ്പിന്റെ പിന്നെ ഇട്ടു. കാർത്തി റെഡിയായി വന്നപ്പോൾ അവരിരുവരും കാവിലേക്ക് ഒന്നിച്ചിറങ്ങി. കാർത്തിയുടെ കൈയും പിടിച്ച് കാവിലേക്ക് നടക്കുന്ന സമയം ഭൂമിയുടെ മനസ്സിലേക്ക് വന്നത് മുൻപേ നടന്ന പല കാര്യങ്ങളാണ്. ആദ്യമായി കാർത്തിക്കിനൊപ്പം കാവിൽ വന്ന നിമിഷം. അന്നൊക്കെ തമ്മിൽ തമ്മിൽ കണ്ടുകൂടാത്ത രണ്ടുപേർ പിന്നീട് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത്ര സ്നേഹത്തിലാകുന്ന സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചില്ല. പതിവ് പോലെ തന്നെ ഇളം വെയിലും അസ്തമയ സൂര്യന്റെ ചുവപ്പും ഒക്കെ കൂടിച്ചേർന്ന് ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു കാവിലേത്. ഭൂമിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ അന്തരീക്ഷത്തിൽ ഒരുപാട് സമയം ചിലവഴിക്കാൻ. അസ്തമയ സൂര്യന്റെ ചുവപ്പും കൂടണയാനായി പറന്നകലുന്ന പക്ഷിക്കൂട്ടങ്ങളുടെ കരച്ചിലും ചെറുതായി വീശിയടിക്കുന്ന 6 മണിക്കാറ്റും കാറ്റിനൊപ്പം പരന്നൊഴുകുന്ന ഏതൊക്കെയോ കാട്ടുപൂക്കളുടെ മണം. ഭൂമിയുടെ ഭാഷയിൽ സ്വർഗ തുല്യമാണ് ഈ കാവ്. ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരേ ഒരു സ്ഥലം കൂടിയാണ് കാവ്. പതിവിന് വിപരീതമായി കാവിലെ നാഗത്താന്മാരുടെ തറയിലും കൽവിളക്കിലും എല്ലാം അവർ തിരിതെളിയിച്ചു. ആ ദീപശോഭയിൽ കാവൊരു പ്രത്യേക ഭംഗിയോടെ തിളങ്ങി നിന്നു. അതുകൊണ്ട് തന്നെ സാധാരണയിൽ അധിക സമയം വൈകിയാണ് അവർ വീട്ടിലേക്ക് തിരികെ വന്നത്. എന്നാൽ വീട്ടിൽ നിന്ന് അവരെ കാത്ത് കുറച്ച് അതിഥികളുണ്ടായിരുന്നു. നടന്നു വരുമ്പോൾ തന്നെ ദേവിന്റെ കാർ പുറച്ച് കിടക്കുന്ന കണ്ടതും കാർത്തിക്കിന് മനസ്സിലായി വന്നിരിക്കുന്ന ദേവാണെന്ന്. ഭൂമിയുടെ കൈയും പിടിച്ച് കാർത്തി അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ലിവിംഗ് റൂമിലിരിക്കുന്ന ദേവിനെയും സരസ്വതിയെയും അവർക്കൊപ്പം ഗായത്രിയുമാണ്. ദേവിന്റെയും ഗായത്രിയുടെയും ഇഷ്ടവും അവരുടെ വിവാഹവുമെല്ലാം അതുവരെ ഒരു സർപ്രൈസ് ആയിരുന്നു ഭൂമിക്ക്. ആഹാ, ഇതാരൊക്കെയാ? ഒരുപാട് നേരമായി വന്നിട്ട്. ദേവിനെയും ഗായത്രിയെയും നോക്കി വിശേഷം തിരക്കി ഭൂമി. കുറച്ചു നേരമായതേ ഉള്ളു മോളെ വന്നിട്ട്. ഇനി വാ മോളെ. സരസ്വതി ഭൂമിയെ കൈകാട്ടി അവർക്കടുത്തേക്ക് വിളിച്ചു. ഇവൻ കഴിഞ്ഞ ദിവസം പറയുന്നേ മോൾക്ക് വിശേഷമുണ്ടെന്ന്. അത് പറഞ്ഞപ്പോൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്ത ഭൂമി
അവളുടെ നോട്ടം അത്രയും പോയത് അവർക്കരികിലിരിക്കുന്ന ഗായത്രിയിലേക്കായിരുന്നു. മറക്കാൻ തുടങ്ങിയ ഏതൊക്കെയോ ഓർമ്മകൾ ഭൂമിയുടെ മനസ്സിലേക്ക് ഇരമ്പിയെത്തി. അത് മനസ്സിലാക്കിക്കൊണ്ട് കാർത്തി അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവളെ അവിടേക്ക് ഇരുത്തി. പ്രതീക്ഷിക്കാത്ത സമയത്താണെങ്കിൽ പോലും അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തിയും അവന്റെ സാമീപ്യവും അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ഗായത്രി നോക്കിക്കാണുകയായിരുന്നു ഇരുവരുടെയും സ്നേഹം. ചെയറിലേക്ക് ഭൂമിയെ സൂക്ഷിച്ചിരുത്തുന്ന കാർത്തി അവൾക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അവളുടെ കൈ വിടാതെ കയ്യിൽ വിരൽ കുരുത്ത് അവളെ ആശ്വസിപ്പിക്കുകയാണ് കാർത്തി. അതേസമയം തന്നെയാണ് കിരൺ ആശുപത്രിയിൽ നിന്ന് വന്നത്. പെട്ടെന്ന് ഹോളിലിരിക്കുന്ന ദേവിനെ കണ്ടത് കിരണിന്റെ മുഖം മാറി. തുടരും. സത്യമായിട്ടും ഇന്ന് തീർക്കണമെന്നും കരുതിയതാട്ടോ. ഒരു കുഞ്ഞു പാട്ട് കൂടി തരാം, എന്നിട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾക്കിഷ്ടം ഒരു ഹാപ്പി എൻഡിങ് അല്ലേ? അത് സെറ്റാക്കാം.